മഹത്വം. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യപ്രകാരം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുക, നീ എന്നോട് ചോദിക്കാൻ. ഹല്ലേലൂയ. നിനക്ക് എന്ത് വേണമെങ്കിലും ദൈവമാണ് നമ്മളോട് പറയുന്നത്. നീ ചോദിച്ചോ, ഞാൻ നിനക്ക് തരാനായിട്ട് വിശ്വസ്തന. ഹല്ലേലൂയ. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ ഒരിക്കലും രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾക്കൊരു യോഗ്യതയുമില്ല. എന്നാൽ ഹല്ലേലൂയ, നറുക്ക് വീണ് ദൈവത്തിൻ്റെ പ്രസാദം അവളുടെ മേൽ വീണപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവളുടെ മേൽ വീണപ്പോൾ അവളെ രാജസന്നിധിയിൽ ചെല്ലുവാനും, ഹല്ലേലൂയ, രാജാവിൻ്റെ പൊൻചെങ്കോല് രാജാവ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നിനക്ക് എന്താ വേണ്ട? രാജ്യത്തിൻ്റെ പാതിയായാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് ഇപ്രകാരം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ദൈവവും അഖിലാണ്ടത്തെ ചമച്ചവനും ഹല്ലേലൂയ സകലത്തിൻ്റെ അധിപതിയുമായ സർവശക്തനായ ദൈവം, രാജാവും കർത്താവുമായ നമ്മുടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ട? നീ എന്നോട് ചോദിക്കേ. ജാതികളെയാണോ വേണ്ടത്? അത് രാജ്യങ്ങളെയാണോ നിനക്ക് വേണ്ടത്? നിനക്ക് ഞാൻ തരാമെന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് നമ്മളെ തന്നെ ഇന്ന് പൽക്കാലം ഒന്ന് ഒരുക്കി കൊടുക്കാം. അതേ കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് ചിലതൊക്കെ നിന്നിൽ നിന്ന് പ്രാപിക്കണം, ചിലതൊക്കെ എനിക്ക് അങ്ങിൽ നിന്ന് വേണം. കർത്താവേ, എന്നെ അതിനായിട്ടൊന്ന് ഒരുക്കിയെടുക്കാമോ എന്ന് ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് നിന്ന് പറയാമെങ്കിൽ, എസ്തേറിനെ മാനിച്ച ദൈവമാ ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ്, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ തമ്പുരാൻ ഹല്ലേലൂയ നമ്മളെയും സഹായിപ്പാൻ വിശ്വസ്തനാ. ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് അവൻ്റെ സന്നിധിയിൽ അവനെ വിശ്വസിച്ച് ഹല്ലേലൂയ അവൻ്റെ വാക്കുകളെ വിശ്വസിച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം കർത്താവ് നമ്മളോട് ചോദിക്കുക, ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറ്റിച്ചേർന്ന് നിൽക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ ചോദിക്കുന്നതൊക്കെയും വെറുതെ ലോകമോഹത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാതെ ദൈവത്തിന് പ്രസാദമായുള്ളത് ചോദിപ്പാനിടയാകുവാണെങ്കിൽ ഹല്ലേലൂയ ദൈവം വേണ്ടുന്നതെല്ലാം തന്ന് നിന്നെയും നിനക്കുള്ളതിനെയും നിൻ്റെ ദേശത്തെയും അനുഗ്രഹിച്ച് മാനിപ്പാനായിട്ട് ദൈവം വിശ്വസ്തന. കർത്താവ് പറയുന്നുണ്ടോ, എന്നോട് നീ ചോദിക്കുന്നില്ല പലപ്പോഴും എന്നോട്, ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കി തരാം, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന്. ഹല്ലേലൂയ, എത്ര വിശ്വസ്തനായ ദൈവമാ. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് മുറുകെ പിടിച്ച് നമുക്ക് ദൈവത്തോട് ചിലതൊക്കെ ചോദിപ്പാനുള്ള പ്രാഗൽഭ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതിന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എവിടേക്കോ തകർക്കപ്പെട്ടു, അവിടേക്ക് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇടയാകും. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. ആമേൻ.